റോഡ് ട്രാവൽ സീരീസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോണ വഴിക്ക് ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിർത്തി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് തെന്മല ഡാമിന്റെ ഫ്രണ്ടിലാണ്. രാവിലെ തന്നെ നല്ല മഞ്ഞും സൺലൈറ്റ് ഒക്കെ ഇടക്കൂടി പറഞ്ഞ ആ ഒരു വിഷ്വല് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ തെന്മല ഡാം അറിയാവുന്നവർക്ക് ഞാനിപ്പോൾ എങ്ങോട്ടാ പോകണമെന്നൊരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം എന്തായാലും ഒരിക്കൽ കൂടെ ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ സീരീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ആ പടത്തില് ഷാരൂഖ് ഖാന്റെ ബ്യൂട്ടിഫുൾ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഡെസ്റ്റിനേഷൻ്റെ അടുത്താണ്. നമ്മൾ തെന്മല ഡാം കണ്ടില്ലേ ആദ്യം? അപ്പോൾ തെന്മല ഡാമിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോണ വഴി ഇങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോണ വഴിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. 13 കണ്ണറ പാലം, അങ്ങനെയാണ് ഈ പാലത്തിന് പറയുന്നത്. പണ്ടത് മീറ്റർ ഗേജ് ആയിരുന്നു. നമ്മുടെ കൊല്ലത്ത് നിന്നും മദ്രാസിലോട്ട് ഈ കുരുമുളക് പോലത്തെ സംഭവങ്ങൾ പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വ്യവസായ പാതയാണിത് 13 കണ്ണറ പാലം. പക്ഷെ ഇപ്പോൾ ഇത് ബ്രോഡ് ഗേജ് ആയി. ഇപ്പോൾ ചെന്നൈ വരെയൊക്കെ ഇതിൽ നമ്മുടെ സാധാരണ വലിയ ട്രെയിനൊക്കെ ഇത് കൂടി പോകുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരാണ് ഇത് പണിതത്, അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് ടച്ചൊക്കെ ഇതിനുള്ളത്. അപ്പോൾ എന്താ, ഇതുപോലെ ഒത്തിരി ഡെസ്റ്റിനേഷൻസ് നമ്മൾ പോണ വഴി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടിഫുൾ സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സിനിമാ നടനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാനിവിടെ ഇറങ്ങിയതാണ്. അപ്പം എന്തായാലും നമുക്ക് പോവാം. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ ഹാഫ് വേ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 2 സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ ഞാൻ നമ്മൾ പോകുന്ന സ്ഥലം ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് റോസ് മലയിലോട്ടാണ്. അപ്പോൾ റോസ് മലയുടെ പകുതി വഴി ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ സുയിത്തണ്ണൻ്റെ കഠിന പ്രയത്നം കൊണ്ട് നമ്മൾ ഈ ഓഫ് റോഡൊക്കെ കയറി നമ്മൾ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ചപ്പാത്ത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ കുറേ നോക്കിയായിരുന്നു. പക്ഷേ ഈ വെയിൽ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം വറ്റി കിടക്കുകയാണ്. അപ്പം കിട്ടിയ ഒരു കുഞ്ഞരുവിയിൽ ഇറങ്ങി ഞങ്ങൾ നിങ്ങൾക്കൊരു ഇൻട്രോ തരാണ്. അപ്പം എന്തായാലും ഒഫീഷ്യലായിട്ട് ഒന്നുകൂടെ ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ സീരീസിൻ്റെ ഇന്നത്തെ റോസ് മല എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പം അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റോസ്മല കാടും റോസ്മല ഗ്രാമവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സുയിത്തണ്ണൻ ഈ ഓഫ് റോഡിൽ കൂടെ അഡ്വഞ്ചറസ് ഡ്രൈവൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ റോസ്മല ടവർ വ്യൂ ടവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ടിക്കറ്റ്സൊക്കെ നമ്മളെടുത്തു. സാധാരണ ഈ എന്താ പറയുക, ഈ സംഭവം റോസ്മലയിൽ വരണമെങ്കിൽ ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിട്ട് വേണം ഇവിടെ വരാൻ. നമ്മൾ താഴെ കാർ പാർക്ക് ചെയ്ത് 40 രൂപ ഒരാൾക്ക് പെർ ഹെഡ് 40 രൂപ ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വ്യൂ ടവറിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പൊ നമ്മള് പാറകളുടെ ഇടയിൽ കൂടെ റോസ്മല വ്യൂ പോയിന്റിലോട്ട് വ്യൂ ടവറിലോട്ട് പോവാണ്. ഇവിടെ തന്നെയല്ലേ ആണെന്ന് തോന്നുന്നു. ഭയങ്കര പാടൊന്നുമില്ല കേട്ടോ, പക്ഷെ ഫുൾ പാറകളാണ്. ശരിക്കും നമ്മള് വന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫുൾ കാട്, ശരിക്കും ഒരു കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന ഫീലൊക്കെയാണ്. റോഡ് പോലും ഇല്ല, അങ്ങനെയുള്ള വഴി കൂടെ നമ്മൾ വന്ന. മയില്, അങ്ങനെ ആനകള്, മയിലിനെയൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ വന്ന വഴിക്ക്. അയ്യോ, മയിലിനെ കണ്ടു. പിന്നെ ഇവിടെ ഈ നമ്മൾ നേരത്തെ ഇറങ്ങിയ അരുവിയിലൊക്കെ ആനകൾ, അയ്യോ കഥയ്ക്കുന്നു,
ആനകൾ വെള്ളം കുടിക്കാൻ വരും എന്നൊക്കെയാണ് പറയണേ. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വിടില്ല, വൈകുന്നേരം വരെ ഇങ്ങോട്ട് കയറ്റുള്ളൂ. രാത്രി ആകുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ മാത്രം ഇങ്ങോട്ട് കയറ്റി വിടുള്ളൂ, ഈ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ ശരിക്കും ഏത് ദിശയിലോട്ട് പോകണമെന്നൊന്നും കൊടുത്തിട്ടില്ല, നമ്മളൊരു ഊഹം വെച്ച് നടന്നു പോവാണ്. പിന്നെ 2 സൈഡിൽ ഇലക്ട്രിക് സെൻസർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും വഴി നമുക്ക് ഊഹിക്കാം. മൃഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കുന്ന വഴിയായതുകൊണ്ടായിരിക്കുമല്ലോ അതൊക്കെ വെച്ചിരിക്കണേ. അപ്പം എന്തായാലും ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. ഇവിടെ നോക്കിയാൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാം. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയി. ഇവിടെ വേറൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ കല്ലാണ് നമ്മുടെ ഈ കാടിന്റെ അതിർത്തി കല്ല്. ഇതിങ്ങനത്തെ ഷേപ്പിൽ ഇരിക്കുന്ന സംഭവം. ഈ കാടിന്റെ നമ്മൾ വന്ന വഴിക്ക് ഉണ്ടായിരുന്ന ഒരു അതിർത്തി കല്ല്. ഇത് കാടിന്റെ അതിർത്തി കല്ലെന്ന് കാട്ടിൽ പറയും, പക്ഷെ നമ്മൾ ഈ കയറി വന്ന് കഥക്കുമ്പോൾ റെസ്റ്റ് ചെയ്യണ കല്ലെന്ന് നമുക്ക് പറയാം. ചാരി നിന്ന് കഥക്കാം. ഏകദേശം നമ്മളപ്പോൾ എത്തി. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം പരപ്പാർ വ്യൂ എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിട്ടൊക്കെ ഉണ്ട്. സൈഡിൽ ഇവിടെ കയറി വന്നപ്പോൾ ഞാനൊരു കുഞ്ഞമ്പലം കണ്ട്. എനിക്ക് തോന്നുന്നു മലദൈവങ്ങളായിരിക്കും ഇവിടുത്തെ പ്രതിഷ്ഠ. ഫുൾ വാഴ കൊണ്ടുള്ള സംഭവങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വാഴപ്പിണ്ടിയിൽ വിളക്ക് വെച്ച് കത്തിക്കുന്ന ആ സംഭവങ്ങൾ, പിന്നെ ഈ കുരുത്തോല അങ്ങനത്തെ പോലെ സംഭവങ്ങളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോവാം. യെസ്, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ റോസ്മല വ്യൂ പോയിന്റിന്റെ എത്രയും മുന്നേ ഒത്തിരി കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ്, റോസ്മല വ്യൂ പോയിന്റ്. അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഹാപ്പി ആയിട്ട് നമുക്കിന്ന് ഗോൾഡ് പരിചയപ്പെട്ടിട്ട് പോവാം. അപ്പോൾ എന്തായാലും ആ വ്യൂ പോയിന്റ് കൂടി നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ റോസ്മല വ്യൂ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. വൺ ഫീലാണ് കേട്ടോ. താഴെ കുറേ ദ്വീപ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ മേലെ ഒരു മേൽക്കൂരയൊക്കെ ഉണ്ടായിരുന്നു, അതേതോ കാറ്റത്ത് എങ്ങോട്ടോ പറന്നു പോയെന്നൊക്കെ എനിക്ക് തോന്നുന്നു. സൈഡിലൊക്കെ കിടപ്പുണ്ട് ആ മേൽക്കൂരയുടെ പാതി. നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പണ്ടത്തെ ഉണ്ടായിരുന്ന ഫോട്ടോ. ഒരു മേൽക്കൂരയൊക്കെ വന്നിട്ട് ആസ്പെറ്റോസിൻ്റെ ഷീറ്റൊക്കെ വന്നിട്ടുള്ള അതൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വ്യൂ പോയിന്റ് കാണേണ്ട ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. അയ്യോ, ശരിക്കും നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് വന്ന പോലെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ പോലെ കുഞ്ഞു കുഞ്ഞു മരങ്ങൾ. അടിപൊളി അടിപൊളി വ്യൂ. നമ്മൾ ശരിക്കും ഒരു ഡിസ്കവറി ചാനലിലൊക്കെ ഈ ഫോറസ്റ്റിൻ്റെ ഒക്കെ വ്യൂസ് ഒക്കെ കാണിക്കില്ലേ, അതുപോലത്തെ വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടണ. ഒത്തിരി മലകൾ. ഇവിടെ നിന്നൊക്കെ മഴ പെയ്താൽ നല്ല രസമായിരിക്കും. ശരിക്കും മഴ വന്നത് നമുക്ക് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും മഴ വന്നത്. ആ സൈഡിലത്തെ മലകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെയൊക്കെ കോടമഞ്ഞ് മൂടി കിടക്കാണ് ഇപ്പോഴും. ആ സൈഡും ഈ സൈഡും കോടമഞ്ഞ് മൂടി കിടക്കാണ്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലുള്ള സ്ഥലം അല്ലാണ്ട് വേറെ പുറത്ത് ഏതോ ഒരു സ്ഥലത്ത് പോയ പോലത്തെ ഫീല്, ഒരു ഐലൻഡിലൊക്കെ ചെന്ന പോലത്തെ ഫീല്. എന്തായാലും സംഭവം പൊളിയാണ്. എല്ലാവരും റോസ്മലയിൽ വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ വണ്ടിയിലൊന്നും വരരുത്. ഈ കുന്നുമലയൊക്കെ കയറാൻ പറ്റിയ വണ്ടികൾ കൊണ്ടുവേണം, അല്ലെങ്കിൽ ജീപ്പൊക്കെ കൊണ്ടുവേണം ഇവിടെ വരാനായിട്ട്. അപ്പം ഇതാണ് റോസ്മലയുടെ വിശേഷങ്ങൾ, സംഭവങ്ങളൊക്കെ. ഇവിടെ റെസ്റ്റ് ചെയ്ത് ഇരുന്ന് ഭംഗി ആസ്വദിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് റോസ്മലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ വേറൊരു സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ ചെന്തുർണി എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ പേരിലാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി മൊത്തത്തിൽ അറിയപ്പെടുന്നത്, ചെന്തുർണി ഗ്രാമം. ഇവിടുത്തെ ആൾക്കാരും ഈ സ്ഥലവും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ലോകത്ത് തന്നെ ഈ റോസ്മല കാടുകളിൽ മാത്രമാണ് ആ മരം ഉള്ളത്. അപ്പോൾ ആ മരം കാണാൻ പറ്റിയ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, റോസ്മലയിലെ വിശേഷങ്ങൾ. അപ്പം എന്തായാലും നമുക്ക് ഗോൾഡ് പരിചയപ്പെടാം. ഓക്കെ,
യുവർ ട്രാവൽ സീരീസിൻ്റെ അപ്പോൾ ഇന്നത്തെ ഈ റോസ്മല എപ്പിസോഡിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ആണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന പോലത്തെ കുറച്ച് ഗോൾഡ് ഇയറിങ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വെറൈറ്റി സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സിഗ്നിറ്റി സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയറിങ്സ് ആണ്. ഈ ഫസ്റ്റ് ലെയറിൽ വരുന്നതെല്ലാം സിഗ്നിറ്റി സ്റ്റോൺസിൽ വരുന്ന കമ്മലുകളാണ്, ഇയറിങ്സ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. സാധാരണ ഒരു ഫ്ലാറ്റ് സർഫസ് പോലത്തെ ഫ്ലാറ്റ് പ്ലേറ്റഡ് ഗോൾഡ് വന്നിട്ട് സൈഡിൽ വൺ സൈഡ് ഫുള്ള് സിഗ്നിറ്റി സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഒരു 1-1.5 ഗ്രാമിൻ്റെ അടുത്താണ് ഈ ഇയറിങ്ങിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ ഫസ്റ്റ് ലെയറിലുള്ളത് ഫുൾ സിഗ്നിറ്റി കളക്ഷൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ ലെയറിൽ വരുന്നത് റോഡിയം പോളിഷിൻ്റെ മോൾഡിങ്ങും ഗോൾഡ് പ്ലേറ്റഡിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ള മാറ്റ് ഫിനിഷിലൊക്കെ വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസും ഫ്ലോറൽ മോൾഡിങ്സ് ഒക്കെ വന്നിട്ടുള്ള റോഡിയം പോളിഷ് മിക്സ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇതും ഒരു ഗ്രാമിലൊക്കെ തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് ഇയറിങ്സ് നമ്മുടെ ഷോറൂമിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതും ഒരു ഗ്രാം 1.5 ഗ്രാമിൻ്റെ അകത്ത് വരുന്ന 3 ഗ്രാമൊക്കെ വരെ വരുന്ന ലൈറ്റ് വെയിറ്റ് ഇയറിങ്സ് ആണ്. അപ്പോൾ ഇതാണ് റോഡിയം പോളിഷിൻ്റെ ഒരു ലെയർ. ആൻഡ് ലാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബംഗാളി കുവൈറ്റി കളക്ഷനിൽ വരുന്ന കുറച്ച് ഇച്ചിരി എന്താ പറയുക ഹെവി ആയിട്ട് തോന്നിപ്പിക്കുന്ന എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. കുവൈറ്റി കളക്ഷനിൽ വരുന്ന ഇയറിങ്സ് ആണ്. കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ട് സാധാരണ ഒരു കുഞ്ഞു സ്റ്റഡ് അല്ലാതെ ആ സ്റ്റഡിന്ന് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുള്ള ഗോൾഡിൽ തന്നെ കുഞ്ഞു ബോൾസ് വന്നിട്ടുള്ള ഇയറിങ്സ് ആണ്. അപ്പം ഈ 3 ലെയേഴ്സ്, ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ് വെയിറ്റ് ഇയറിങ്സ് ആണ് ഇന്ന് ഈ ഗോൾഡ് ഓൺ ദ റോഡ് എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡും ഇന്നത്തെ ഈ ലൈറ്റ് വെയിറ്റ് ഇയറിങ്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും റോസ്മല മറക്കണ്ട, എല്ലാവരും റോസ്മലയിൽ വന്ന് ഇവിടുത്തെ ഈ സംഭവങ്ങൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ആ വ്യൂ നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഈ റോസ്മലയിൽ വരിക, ഒപ്പം തന്നെ നമ്മുടെ ഷോറൂമിലും വരിക. നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത് നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ പെരേപാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും കണ്ണൂർ പയ്യന്നൂരിൽ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലുമാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സുകൾ ഉള്ളത്. അപ്പം എല്ലാവരും വേഗം വരാം. പിന്നെ നമ്മുടെ ഗോൾഡിനെ പറ്റി എന്തെങ്കിലും സംശയം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെയോ നിങ്ങൾക്ക് അത് എൻക്വയറി ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പം അടുത്ത എപ്പിസോഡിൽ പുതിയ ട്രെൻഡ്, പുതിയ സ്ഥലം, പുതിയ കളക്ഷൻസ് ആയിട്ട് ഞാൻ വരുന്നവരേക്കും നമ്മുടെ ചാനലിന്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Kallarackals Gold Park, Payanur. Our sister concern, Perepadans Gold Park, Neyyatankara, Nedumangad, Karunagapalli, Kottarakara and Thrissur.